നമസ്കാരം. ജോൺ സ്റ്റോട്ട് ഒരു ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വി ലിവ് ആൻഡ് ഡൈ. നാം ജീവിക്കുന്നു, പിന്നെ മരിച്ചു പോകുന്നു. ക്രൈസ്റ്റ് ഡൈഡ് ആൻഡ് ലിവ്ഡ്. ഈശോ മരിച്ചു, പിന്നെ ജീവിച്ചു. യേശോരുദ്ധാനമെന്ന് ദേവസ്യാസാർ പേര് നൽകിയ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വിവരിക്കുന്ന സർഗത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 32ാമത്തെ സർഗമായ യേശോരുദ്ധാനം എന്നതിൽ നിന്ന് ഏതാനും പ്രസക്തമായ പദ്യങ്ങളാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എത്തിയിട്ടുണ്ട്. കാവ്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോച്ച, നമ്മളിന്നും പതിവ് തെറ്റിച്ചില്ല. ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. യേശോരുദ്ധാനം എന്നാണ് ദേവസ്യാസാറ് ഈ സർഗത്തിന് നൽകിയിരിക്കുന്ന പേര്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണല്ലോ ഇതിലെ പ്രതിപാദ്യമായ വിഷയം. നമ്മളിതിലെ ഏറ്റവും പ്രസക്തമായ പദ്യങ്ങളാണ് ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഒരു പദ്യം നമുക്ക് നോക്കാം. വെച്ചാൽ ഗതേതു വിശ്രാമദിനേ പ്രഭാതേ എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ മഗ്ദലന മറിയം യേശുക്രിസ്തുവിൻ്റെ സമാധിസ്ഥലം ദർശിക്കുവാനായി കൂട്ടുകാരികളൊത്തു പുറപ്പെട്ടു എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സാപത്ത് ദിനം കഴിഞ്ഞ് പിറ്റേന്ന് ഗതേതു വിശ്രാമദിനേ പ്രഭാതേ എന്നാരംഭിക്കുന്ന ആ ശ്ലോകത്തിലേക്ക് കടക്കാം. കാവ്യ നമുക്കായിട്ട് ആലപിച്ചു തരും. ഗതേതു വിശ്രാമദിനേ പ്രഭാതേ സാ മഗ്ദലേന മരിയാ പ്രതസ്ഥേ സാർദ്ധം സഖീഭിശ്ചഷകം വഹന്തി പ്രഭോ സമാധിസ്ഥലദർശനായ. അച്ഛാ നോക്കൂ, വിശ്രാമദിനേ ഗതേ, സാപത്ത് ദിനം കഴിഞ്ഞവാറേ പ്രഭാതേ, പുലർച്ചെ, പിറ്റേന്ന് പുലർച്ചെ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. സാ മഗ്ദലേന മറിയ എന്നാണ് ദേവസ്യാസാർ വിളിക്കുന്നത്. മഗ്ദലന മറിയ അവർ പ്രഭോഹോ സമാധിസ്ഥല ദർശനായ, യേശുക്രിസ്തുവിൻ്റെ ഗുരുദേവൻ്റെ പ്രഭുപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാഥൻ എന്നാണ് അതിൻ്റെ മറ്റൊരു വാക്ക്. നാഥൻ്റെ യേശുക്രിസ്തുവിൻ്റെ സമാധിസ്ഥലം ദർശിക്കുവാനായിട്ട് ചഷകം വഹന്തി, ചഷകവും വഹിച്ചുകൊണ്ട് അവർ സഖീബിഹി സാർദ്ധം പ്രതസ്ഥേ,
കൂട്ടുകാരികളൊത്ത് പുറപ്പെട്ടുവെന്ന്. തുടർന്ന് അവരെ അലട്ടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കവി സംസാരിക്കുന്നത്. ഈ ശവ കല്ലറയിൽ മൂടിയിരിക്കുന്ന ഒരു ഭീമമായ കല്ലുണ്ടല്ലോ, അതാ ആര് തങ്ങൾക്കായി എടുത്തു മാറ്റിത്തരും, ആര് നീക്കിത്തരും എന്നൊരു ചോദ്യം അവരെ അലട്ടുന്നുണ്ട്. അതിലേക്ക് കടക്കുകയാണ് യാന്ത്യഹ പ്രഭോഹോ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. യാന്ത്യപ്രഭോർ ദേഹസുഗന്ധലേപം കർത്തും വിധസ്താ ജഗദുസ്സരണ്യാം കപ്രസ്തരം ദ്വാരമുഖാത് ബൃഹന്താം അസ്മത്കൃതേ ലോഢയതി പ്രയത്നാത്. നോക്കൂ, പ്രഭോഹോ ദേഹസുഗന്ധലേപം കർത്തും യാന്ത്യഹ താഹ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശാൻ പുറപ്പെട്ട ആ സ്ത്രീകൾ സരണ്യാമിതഃ ജഗത്തുഹു, വഴിയിൽ വെച്ച് പരസ്പരം സംസാരിക്കുകയാണ്. ബൃഹന്തം പ്രസ്തരം, പ്രസ്തരം എന്ന വാക്കാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് കല്ലിനെ കുറിക്കുവാൻ വേണ്ടി. അപ്പോൾ ബൃഹന്തമാണ്, അത് ബൃഹത്താണ്, അത് ഭാരമേറിയ കല്ലാണ്, ഭീമമായ കല്ലാണ്. ആ ഭീമമായ കല്ല് ആർ തങ്ങൾക്ക് വേണ്ടി ദ്വാരമുഖാത്, കല്ലറയുടെ മുഖദ്വാരത്തിൽ നിന്ന് പ്രയത്നാത് ലോഢയതി, പണിപ്പെട്ടു നീക്കിത്തരും. അങ്ങനെ ആർ സന്മനസ്സു കാണിക്കും എന്ന് അവർ പരസ്പരം സംസാരിക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അവിടെ ഒരു ഭൂകമ്പം, ഒരു ഭൂചലനം ഉണ്ടാകുന്നുവെന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. സ്ത്രീണാം തു താസാം സമുപസ്ഥിതേ പ്രാഗ് എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. സ്ത്രീണാം തു താസാം സമുപസ്ഥിതേ പ്രാഗഭൂന്മഹദ്ഭൂഭ്രമണം സ്ഥലേസ്മിൻ നാകീയദൂതഃ സഹസാവതീര്യ തം പ്രസ്തരം ലോഢയതി സ്മ ദൂരാത്. നോക്കൂ, താസാം സ്ത്രീണാം സമുപസ്ഥിതേ പ്രാഗ്, ആ സ്ത്രീകൾ വന്നണങ്ങുന്നതിന് മുമ്പേ തന്നെ അസ്മിൻ സ്ഥലേ തു മഹത് ഭൂഭ്രമണം അഭൂത്, ആ സ്ഥലത്ത് ഒരു വലിയ ഭൂചലനം ഉണ്ടായത്രേ. നാഗീയ ദൂതഃ എന്നാണ്, സ്വർഗീയ ദൂതൻ അവിടെ സഹസ അവതീര്യ, വേഗത്തിൽ താഴെ ഇറങ്ങി വന്ന് തം പ്രസ്തരം ദൂരാത് ലോഢയതി സ്മ, ആ കല്ല് ദൂരേക്ക് അകലേക്ക് മാറ്റിയിട്ടു എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ കണ്ടത്. തുടർന്ന് കവി പറയും, അദ്ദേഹത്തെ കണ്ടപ്പോൾ രക്ഷിഭടന്മാർ ഭയത്താൽ അവിടെ നിന്ന് ഓടിപ്പോയി കളഞ്ഞുവെന്ന്. ആ ശ്ലോകം നമുക്ക് നോക്കാൻ വെച്ച ആസീനമസ്യോപരി എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. ആസീനമസ്യോപരി ദേവദൂതം തടിത്പ്രഭം ശുഭ്രപരിച്ഛദാംഗം ദൃഷ്ട്വാ ഭയാത് കമ്പിതകൃത്സ്നഗാത്രാഃ തേ തത്ക്ഷണം രക്ഷിഭടാഹ്യധാവൻ. നോക്കൂ, അസ്യ ഉപരി ആസീനം തട്ടിത്പ്രഭം ശുഭ്രപരിച്ഛദാംഗം ദേവദൂതം ദൃഷ്ടുവ, ഒരു ദേവദൂതനെ അവർ കാണുകയാണ് രക്ഷിഭടന്മാർ. ആ കല്ലിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയാണ് അദ്ദേഹം. തട്ടിത്പ്രഭം എന്നാണ്, മിന്നലൊത്ത പ്രഭയോട് കൂടിയവനാണ് അദ്ദേഹം. പിന്നെ ശുഭ്രപരിച്ഛദാംഗം എന്ന ഈ വെള്ള വസ്ത്രം അണിഞ്ഞവനാണ് എന്ന്. ഈ പരിച്ഛദം എന്ന വാക്കിന് വസ്ത്രം എന്നർത്ഥം. ശുഭ്രപദത്തിന് രണ്ടർത്ഥമുണ്ട്, വെള്ള എന്നും അർത്ഥമുണ്ട്, ശുദ്ധമായ എന്നർത്ഥമുണ്ട്. രണ്ടും ഇവിടെ യോജിക്കുമല്ലോ. ശുഭ്രമായ വസ്ത്രം, വെള്ള വസ്ത്രം അല്ലെങ്കിൽ പരിശുദ്ധമായ വസ്ത്രം, രണ്ടും യോജിക്കുമെന്ന് വിചാരിക്കാം. ശുഭ്ര പരിച്ഛദാംഗം, ശരീരത്തിൽ വെള്ള വസ്ത്രം അണിഞ്ഞവനുമായ ഒരു ദേവദൂതനെ കണ്ടപ്പോൾ തേ രക്ഷിഭടാഹ, ആ രക്ഷിഭടന്മാർ ഭയാത് കമ്പിത കൃഷ്ണഗാത്രാഹ എന്നൊക്കെയാണ് കവി അദ്ദേഹത്തെ വിളിക്കുന്നത്, അവരെ വിളിക്കുന്നത്. ഭയത്താൽ ശരീരം മുഴുവനും വിറച്ചും കൊണ്ട് അവർ തൽക്ഷണം അഭാവത്, ഉടനെ അവിടെ നിന്നവർ പോയി കളഞ്ഞുവെന്ന്, പലായനം ചെയ്തുവെന്ന്. ബൈബിളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ രാജാവിന് വലിയൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. അതായത് ഈശോയെ മരണശേഷം അടക്കം ചെയ്ത കബറിടത്തിൽ നിന്ന് ഈ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ് ഈ ഭടന്മാരെയൊക്കെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാജാവിൻ്റെ ഉദ്ദേശം അമ്പേ പരാജയമായി പോയി. രാജാവ് വിചാരിക്കാത്ത രീതിയിൽ സംഗതികളെല്ലാം മാറി മറിഞ്ഞു എന്നുള്ള സൂചനയും കൂടെ അവർ തീർച്ചയായും. അപ്പോൾ പക്ഷെ ആ കല്ല് നീക്കപ്പെട്ടത് കണ്ടപ്പോൾ സ്ത്രീകൾ അവർ ഈ ധൈര്യം മറ്റവരായി തീർന്നു. കാരണം അവിടെ ഈശോയെ കണ്ടില്ല.
എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രക്ഷിഭടന്മാരെയും കണ്ടില്ല, ഒറ്റ മനുഷ്യരെയും കണ്ടില്ല എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ശവാലയം പ്രാപിയ വിലൂഢിതം. ശവാലയം പ്രാപ്യ വിലോഢിതം തം വിലോക്യ പാഷാണമധീരചിത്താഃ ന രക്ഷിണസ്തത്സവിധേഹ്യ പശ്യൻ ന ലക്ഷിതഃ കോപി നരസ്തുതാഭിഃ. ശവാലയം പ്രാപ്യ, ശവക്കല്ലറയിൽ എത്തിച്ചേർന്നപ്പോൾ തം പാഷാണം വിലോഢിതം വിലോകിയ, ആ കല്ല് നീക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടപ്പോൾ അധീരചിത്താഹ സ്ത്രീയ, ധൈര്യമറ്റവരായി തീർന്ന ആ സ്ത്രീകൾ തത്സവിധേഹി രക്ഷിണഃ നാ പശ്യൻ, അവർക്കടുക്കൽ രക്ഷിഭടന്മാരെ കണ്ടില്ല എന്ന് മാത്രമല്ല പാപിഹി കോപി നരഹ ന ലക്ഷിതഃ, ഒറ്റ മനുഷ്യരെ പോലും അവർ അവിടെ കണ്ടില്ല എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ കണ്ടത്. തുടർന്ന് കവി പറയും, മഗ്ദലന മറിയം വിഷണ്ണയായി തീർന്നു. അവർ ഈ വാർത്ത, അതായത് ഈ യേശുക്രിസ്തുവിനെ അവിടെ നിന്ന് ആരോ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന വാർത്ത അവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ വേണ്ടി പോകുന്നത് വൃത്താന്തം പറയുന്ന ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്ഷണാത് യയൗസ മരിയ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ മഗ്ദലന മറിയത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ഡാവിഞ്ചിക്കോട് പോലെയുള്ള വലിയ പുസ്തകങ്ങളൊക്കെ ഇറങ്ങി ഒത്തിരി തെറ്റിദ്ധാരണ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ സ്ഥലപ്പേരോടുകൂടി ഒരു സ്ത്രീയുടെ പേര് വരിക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വളരെ പ്രസിദ്ധിയായിരിക്കണം. മഗ്ദലന എന്ന് പറയുന്നത് അത് സ്ഥലത്തിൻ്റെ, മഗ്ദല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇസ്രായേലിൽ. ആ സ്ഥലത്തിൻ്റെ പേരോടുകൂടിയാണ് ഈ മറിയം അറിയപ്പെടുന്നത്. മറിയം അന്നത്തെ സമൂഹത്തിലെ ഉന്നതകുല ജാതക തന്നെയാണ്. ഈ മഗ്ദലന മറിയവും യേശുവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പം ഇവിടെ ഒരു ശിക്ഷയായിട്ടാണ് യേശുവിനെ അനുഗമിക്കുന്ന ആൾക്കാരിൽപ്പെട്ട് യേശുവിനോട് വളരെ ഒരു ശിക്ഷത്വം പ്രഖ്യാപിച്ചിരുന്ന ഒരു വലിയ യേശുവിനെ ഒരു ഗുരുവും നാഥനുമായിട്ട് കരുതുന്ന ബഹുമാനപൂർവ്വം ജീവൻ പോലും ആ ഗുരുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ട് അതുപോലെയുള്ള സമർപ്പണ മനോഭാവത്തോടെ നിൽക്കുന്ന അതിഭക്തിയായും അതുപോലെ തന്നെ വളരെ പ്രശസ്തയുമായിട്ടുള്ള സ്ത്രീയാണ് ഈ മഗ്ദലന മറിയം. തീർച്ചയായിട്ടും അതിലേക്ക് കടക്കാം, ചാപത്യത്തിലേക്ക് കടക്കാം. ക്ഷണാദ്യയൗ സാ മരിയാ വിഷണ്ണാ വാർത്താമിമാം ജ്ഞാപയിതും സുഹൃദ്ഭ്യഃ ഗുരും സമാധേരപസാരിതോസ്തി ജാനേന കുത്രേത്യവദത് സഖേദം. അച്ഛാ നോക്കൂ, വിഷണ്ണാസാ മരിയ, വിഷണ്ണയായി തീർന്ന മരിയ എന്നാണ്. വിഷാദം എന്ന വാക്കിൽ നിന്നാണ് വിഷണ്ണ എന്ന വാക്ക് വരുന്നത്. ഹതാശയായ മരിയ. ഇമാം വാർത്താം സുഹൃദ്ഭ്യഃ ജ്ഞാപയിതും ക്ഷണാത്യയൗ, ഈ വർത്തമാനം സുഹൃത്തുക്കളോട് പറയുവാൻ വേണ്ടി വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. ഗുരുഹു സമാധേഹേ അപസാരിതഃ അസ്തി കുത്ര ന ജാനേ എന്നാണ് അവൾക്ക് പറയേണ്ടിയിരുന്നത്. ഗുരുവിനെ കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഗുരു എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. കുത്ര ഇതി ന ജാനേ, എങ്ങോട്ടെന്ന് എനിക്കറിയില്ല എന്നവൾ സഖേതമവദത്, സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത്രേ. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ശ്രുത്വാ തദുക്തിം, അത് കേട്ടുകൊണ്ട് പീറ്ററും യോഹന്നാനും കൂടി ആ ശവക്കല്ലറയിലേക്ക് പായുകയാണ്. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ശ്രുത്വാ തദുക്തിം രഭസേന പിത്രോ ദധാവ സഖ്യാ സഹ യോഹനേന പ്രവിശ്യ തസ്മിൻ ശവഗഹ്വരേതൗ നാപശ്യതാം സ്വീയ ഗുരോ ശരീരം. പക്ഷേ നോക്കൂ, പിത്രഹ എന്നാണ് പീറ്ററിനെ വിളിക്കുന്നത്. പിത്രഹ തദുക്തിം ശ്രുത്വ, പീറ്റർ ആ വാക്കുകൾ കേട്ടപ്പോൾ സഖ്യ യോഹനേന സഹ, സുഹൃത്തായ യോഹന്നാനൊത്ത് രഭസേന ദധാവ, വേഗത്തിൽ പാഞ്ഞു അത്രേ. തൗ, അവരിരുവരും തസ്മിൻ ശവഗഹ്വരെ പ്രവിശ്യ, ആ ശവകുടീരത്തിനുള്ളിൽ കടന്നിട്ട് സ്വീയ ഗുരോഹോ ശരീരം നാ പശ്യതാം, തങ്ങളുടെ ഗുരുനാഥൻ്റെ ശരീരം അവിടെ കണ്ടില്ല എന്ന്. അപശ്യതാം തത് വസനാനി ശിഷ്യവും, പിന്നെ അവർ എന്താണ് അവിടെ കണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അവർ കണ്ടു. അതിനെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. അപശ്യതാം തദ്വസനാനി ശിഷ്യൗ ഏകത്ര ഭദ്രം നിഹിതാനി ഭൂമൗ
उभौ तथा व्यश्वसितामृतस्य गुरो समुत्थाननिगूढतत्त्वे. അച്ഛാ നോക്കൂ, ശിഷ്യവും എന്നാണ് അവരിരുവരും, പീറ്ററും യോഹന്നാനും. തത് വസനാനി അപശ്യതാമെന്ന്, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കണ്ടുവെന്ന്. ഭൂമൗ ഏകത്ര ഭദ്രം നിഹിതാനി എന്ന, നിലത്തൊരിടത്തായി ഭദ്രം നിഹിതാനി, ഭദ്രമായി മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു. തഥാ ഉഭൗ മൃതസ്യ ഗുരോഹോ സമുത്ഥാന നിഗൂഢതത്വേ വിശ്വസിതം. അപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നത്. എന്തിൽ? മരിച്ച ഗുരുദേവൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന നിഗൂഢമായ തത്വത്തിൽ. സമുത്ഥാന നിഗൂഢ തത്വേ എന്നാണ് ദേവസ്യ സാറ് പ്രയോഗിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പദസമുച്ചയം. സാറിന്റെ ഒരു കൂട്ടിച്ചേർക്കലാണ് നിഗൂഢമാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ്. അതെ അതെ, സമുത്ഥാനം നമുക്കറിയാം പുനരുത്ഥാനമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ ദേവസ്യ സാറ് വിളിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത് നിഗൂഢമായ തത്വം എന്നാണ്. തത്വം യാഥാർത്ഥ്യമാണ്, പക്ഷേ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമല്ല, നിഗൂഢമാണ്. അപ്പോൾ നിഗൂഢമായ തത്വത്തിൽ അവർ വിശ്വസിച്ചത് ഈ കാഴ്ച കണ്ടപ്പോഴാണെന്ന് പറയുന്ന പദ്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ഈ സംഭവം കേട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പുതുമ നമുക്ക് മനസ്സിലായത് അവരെ സംബന്ധിച്ചോളം ഇത് ആദ്യമായിട്ടല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, വളരെ അപ്രതീക്ഷിതമായ അത്ഭുതകരമായ കാര്യങ്ങളല്ലേ. അപ്പോൾ ആ ഒരു അത്ഭുതം, ആ നിഗൂഢത ഒക്കെ സാറിൻ്റെ അകത്ത് പരമാവധി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും. കുറച്ച് ഏതാനും പദ്യങ്ങൾക്ക് ശേഷം കവി പറയും, മഗ്ദലന മറിയ ആ സമാധി സ്ഥലത്തിനടുത്ത് അതിന് പുറത്തായിട്ട് കരഞ്ഞുകൊണ്ട് നിൽപ്പായി. അപ്പോൾ ശവക്കല്ലറയുടെ ദ്വാരത്തിലൂടെ അവൾ 2 സ്വർഗീയ ദൂതന്മാർ സമാധി സ്ഥലത്തിനടുത്ത് നിൽക്കുന്നത് കണ്ടുവെന്ന്. അപ്പോൾ അവളോട് ചോദിക്കും, ഭദ്രേ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മരിയ അവരോട് വിഷണ്ണയായി കൊണ്ട് പറയും, എൻ്റെ നാഥനെ ഇവിടെ നിന്നാരോ എടുത്തു മാറ്റിയിരിക്കുന്നു, എവിടേക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. ആ സമയം അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവൾ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഒരു പുരുഷൻ നിൽക്കുന്ന കാഴ്ച അവൾ കാണുകയാണ്. അയാളും അവളോട് ചോദിക്കുന്നു, ഭദ്രേ നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അയാൾ ഒരു തോട്ടക്കാരനാണ്, ഉദ്യാനപാലകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മരിയ പറയുന്ന വാക്കുകളിലേക്ക് കടക്കട്ടെ. ഉദ്യാനപാലോയമിതി ഭ്രമിത്വ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഉദ്യാനപാലോയമിതി ഭ്രമിത്വാ നരം തമാചഷ്ടവിഷണ്ണചിത്താ പ്രഭുസ്ത്വയാ ചേതപവാഹിതസ്യാത് കസ്മിൻ സ്ഥലേ സൗ നിഹിതോ ബ്രുവീധാ. നോക്കൂ, ഭദ്രേ നീ എന്തിനാണ് കരയുന്നത്? ഭദ്രേ എന്നാണ് വിളിക്കുന്നത്. ഈ നല്ലവളെ എന്നർത്ഥം, വനിതേ, ഭദ്രേ, ദേവി എന്നൊക്കെയുള്ള അർത്ഥമാണ് നമ്മൾ അതിന് പര്യായമായി പറയുക. നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ വാക്ക്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഭദ്രേ എന്നാണ് അവിടെ ഈശോയും വിളിച്ചത് മാതാവിനെ. ഇവിടെ മരിയയെ ഭദ്രേ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത് എന്ന്. ഭദ്രേ ത്വം കിമർത്ഥം രോദിഷി വദ, നീ എന്തേ കരയുന്നു പറയൂവെന്ന്. അയാൾ ഉദ്യാനപാലകനാണ്, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് മരിയ സംസാരിക്കുന്നത്. അയം ഉദ്യാനപാലക ഇതി ഭ്രമിത്വ, ഒരു ഭ്രമമാണ്, തെറ്റിദ്ധാരണയാണ്. ഉദ്യാനപാലകനല്ല, നമുക്ക് പിന്നീട് വഴിയെ അറിയാനാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു ഉദ്യാനപാലകനാണ് എന്ന തെറ്റിദ്ധാരണയോടുകൂടി വിഷണ്ണചിത്ത എന്ന് വീണ്ടും ആവർത്തിക്കുന്നു കവി മരിയയെ കുറിക്കുവാനുള്ള വാക്ക്. വിഷണ്ണചിത്തയായി, ഖേദിച്ചുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, ഹതാശയായിക്കൊണ്ട് അവൾ തം നരം ആചഷ്ട, ആ പുരുഷനോട് പറഞ്ഞു, പ്രഭുഹു ത്വയാ അപവാഹിതഃ സ്യാത് ചേത് കസ്മിൻ സ്ഥലേ അസൗ നിഹിതഃ ബ്രുവീധാഃ എന്ന്. എൻ്റെ ഗുരുനാഥനെ അങ്ങാണ് എടുത്തു മാറ്റിയത്, എൻ്റെ ഗുരുനാഥനെ അങ്ങാണ് എടുത്തു മാറ്റിയതെങ്കിൽ എവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവച്ചിരിക്കുന്നത്, എവിടെയാണ് അദ്ദേഹത്തെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്ന് ദയവ് ചെയ്തു പറഞ്ഞു തരൂ എന്ന് അയാളോട് കിഞ്ചി പറയുകയാണ് മരിയ. പ്രഭുഹു ത്വയാ ചേതപവാഹിത സ്യാത് കസ്മിൻ സ്ഥലേ സൗ നിഹിതോ ബ്രുവീധാഃ എന്ന്. ത്വയാ പ്രഭുഹു അപവാഹിതഃ സ്യാത് ചേത് കസ്മിൻ സ്ഥലേ അസൗ നിഹിതഃ ഇതി ബ്രുവീധാഃ. ഇതിന് മറുപടിയായി ആഗതൻ എന്താണ് ചെയ്തത് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ആഗതൻ യേശുക്രിസ്തുവായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ മഗ്ദലന മറിയം ഒരിക്കലും ഈശോ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് ചിന്തിക്കുന്നേയില്ല. അവർ
സുഗന്ധലേപനം നടത്താനായിട്ട് വന്നതല്ലേ മൃതശരീരം. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതെ അതെ. ഈ സർഗം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതെ അതെ അതെ. അവരൊരിക്കലും അങ്ങനെ ഒരു വിശ്വാസം, ഒരു ലവലേശം പോലും മനസ്സിൽ ഉണ്ടായിരുന്നു നമുക്ക് തോന്നുന്നത്. അവിടെ സാധാരണ യഹൂദന്മാരുടെ മൃതശരീരത്തെ സുഗന്ധലേപനം നടത്തുന്നത് പോലെ അവർ സുഗന്ധലേപനം നടത്താനായിട്ട് വന്നതാണ്. സ്വരൂപമാസ്ഥായ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. സ്വരൂപമാസ്ഥായ ഗുരുസ്തദോച്ഛേർ ജുഹാവതാം ഹേ മരിയേ തദൈവ നിവൃത്യ സാ പ്രാഹ ഗുരോ തദോംഘ്രിയോഃ പപാത യേശുസ്ത്വരുധദ്രുതം താം. പച്ചാ നോക്കൂ, തഥാ ഗുരുഹു സ്വരൂപമാസ്ഥായ, അപ്പോൾ ഗുരു സ്വന്തം രൂപം കൈക്കൊണ്ട് ഉച്ചൈഹി ഉറക്കെ മരിയേ എന്ന് വിളിച്ചു. മരിയേ ഇതി താം ജുഹാവ, മരിയേ എന്നവളെ വിളിച്ചു. തഥായവ, അപ്പോൾ തന്നെ സാ നിവൃത്തിയ, അവൾ പിന്തിരിഞ്ഞിട്ട് അവൾ ആ വാക്ക്, ആ ശബ്ദം തിരിച്ചറിഞ്ഞു അത്രേ. ഗുരു എന്ന് പറഞ്ഞുകൊണ്ടവൾ അംഘ്രിയോഹോ പപാത, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഒന്നും പിന്നെ സംസാരിച്ചില്ല. അപ്പോൾ ഗുരു അവളെ മരിയേ എന്ന് വിളിച്ചു, അവൾ തിരിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് കാൽക്കൽ വീണു. വേറെ സംസാരമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വീണപ്പോൾ ഗുരു അവളെ തടഞ്ഞു. യേശുഹു തു താം ദ്രുതം അരുധത്, ഈശോ അവളെ വേഗത്തിൽ തടഞ്ഞു നിർത്തി എന്നത്രേ. അത് എന്തുകൊണ്ട് താൻ തടഞ്ഞുവെന്ന് വിവരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കുകയാണ്. മാമാം സ്പൃശ, എന്നെ സ്പർശിക്കേണ്ട എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. മാമാം സ്പൃശത്വം ഹി പിതുഃ സമീപം അഹം ത്വിദാനീമപി നോ ഗതോസ്മി യാഹി ദ്രുതം ബ്രൂഹി മദീയ ശിഷ്യാൻ പിതുഃ പദാരോഹണമസ്മദീയം. അപ്പോൾ എന്തേ അവളെ തടഞ്ഞുവെന്ന് ഈശോ വ്യക്തമാക്കുന്നു. തുവം മാ സ്പൃശ, നീ എന്നെ സ്പർശിക്കരുത്. എന്തെന്നാൽ പിതുഹു സമീപം അഹം തു ഇദാനീമപി നോ ഗതോസ്മി, ഞാനിനിയും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയിട്ടില്ല. നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവളോട് പറയുന്നു. തുടർന്ന് ത്വം ദ്രുതം യാഹി, നീ വേഗത്തിൽ ചെല്ലൂ. മദീയ ശിഷ്യാൻ അസ്മദീയം പിതുഹു പദാരോഹണം ബ്രൂഹി, എൻ്റെ പിതാവിങ്കിലേക്കുള്ള, പിതൃസന്നിധിയിലേക്കുള്ള എൻ്റെ ആരോഹണത്തെക്കുറിച്ച് എൻ്റെ ശിഷ്യന്മാരോട് പറയൂവെന്ന് അവളെ നിയോഗിക്കുകയാണ് ഒരു കർത്തവ്യത്തിൽ. നീ എന്നെ സ്പർശിക്കേണ്ട, കാരണം ഞാൻ ഇനിയും പിതൃസന്നിധിയിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ മഗ്ദലന മറിയത്തിനാണല്ലോ ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. തീർച്ചയായും അത് യോഹന്നാന്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും സ്ത്രീകൾക്ക് നല്ല സ്ഥാനം കൊടുക്കുന്നു. അതെ, അതിൻ്റെ ഒരു ഭാഗവും കൂടെയായിട്ടാണ് മഗ്ദലന മറിയത്തിന് ഈ ക്രിസ്തുവിനെ ആദ്യം കാണാനായിട്ടും അവൾ ഈ മഗ്ദലന മറിയം ഈ വാർത്തയായിട്ട് ശിഷ്യന്മാരിലേക്ക് പോവാണ്. ശിഷ്യന്മാർ വാസ്തവത്തിൽ ആദ്യം അവർക്കായിരുന്നു ഈ വാർത്ത കിട്ടുകയും നേരെ തിരിച്ചായി സംഭവം. അത് ഇവര് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കൂടിയാണ്. അതെ 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 അതെ. അപ്പോൾ മാമാം സ്പൃശ എന്ന് ആരംഭിക്കുന്ന ഒരു പ്രസിദ്ധമായൊരു പദ്യമാണ് നമ്മൾ കണ്ടത്. നീ എന്നെ തുടരുത് എന്ന് പറയുന്ന ഒരു ശ്ലോകം. അതിന് വലിയ വ്യാഖ്യാനങ്ങളുണ്ടത്രേ. മരിയ വേഗം ചെന്ന സുഹൃത്തുക്കളോട് ഈ വൃത്താന്തം അറിയിക്കുകയാണ്. ജവേനഗത്വ മരിയാ സുഹൃദ്ഭ്യോ എന്ന ആ പദ്യത്തിലേക്ക്. ജവേനഗത്വാ മരിയാ സുഹൃദ്ഭ്യോ വിജ്ഞാപയാമാസ കഥാം രുദദ്ഭ്യഃ സമാംസലോ ജീവതി ലോകിതശ്ച മയേതി തേ വ്യശ്വസിഷുർന തസ്യാം. ഓച്ചാ നോക്കൂ, മരിയ ജവേനഗത്വ, മരിയ വേഗത്തിൽ ചെന്ന് രുദ്ഭ്യഃ സുഹൃദ്ഭ്യഃ കഥാം വിജ്ഞാപയാമാസ, കരഞ്ഞുകൊണ്ടിരുന്ന സുഹൃത്തുക്കളോട് ഈ വർത്തമാനം പറഞ്ഞു കേൾപ്പിച്ചു. സഹ മാംസലഹ ജീവതി, അദ്ദേഹം മാംസലനായി ജീവിച്ചിരിപ്പുണ്ട്. മയാ ലോകിതഃ ച, ഞാൻ കാണുകയും ചെയ്തു. തേ തസ്യാം ന വിശ്വസിഷു, ദേവസ്യാസാർ എഴുതി ചേർക്കുന്നു, അവർ അവളെ വിശ്വസിച്ചില്ല എന്ന്. ബൈബിളിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വിശ്വാസക്കുറവുണ്ട്. കാരണം ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞതാണ് ഞാൻ മൂന്നാം നാൾ ഉയർക്കുമെന്ന്. അവർക്കങ്ങനെ ഉയർക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവരോട് കാത്തിരിക്കുകയില്ലായിരുന്നു. അവർ അതൊരു ലോകത്തിലങ്ങനെ അതിനു മുമ്പൊരു സംഭവം ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അവർ ആരും വിശ്വസിച്ചില്ല. ഇപ്പം മഗ്ദലന മറിയം പോലും ഈശോയെ അടുത്ത അനുഗമിച്ചിരുന്ന മഗ്ദലന മറിയം പോലും വിശ്വസിച്ചിരുന്നില്ലല്ലോ. അത് ആ വിശ്വാസമുണ്ട്. പിന്നെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ട കാര്യങ്ങളാണ് മറ്റുള്ളത്. കാണുക, വിശ്വസിക്കുക, പിന്നെ അത് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു
രീതിയിലാണ് പല സംഭവങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ഇവിടെ ഇപ്പം മഗ്ദലേന മറിയം ഈശോയെ കണ്ടു, ആ വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ കാണുക, വിശ്വസിക്കുക, അറിയിക്കുക എന്നുള്ളൊരു പ്രക്രിയ പല സംഭവത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശരി. അച്ഛാ, അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ രക്ഷഭടന്മാർ വേഗം ചെന്ന് തങ്ങളുടെ പുരോഹിതന്മാരോട് ഈ കാര്യം അറിയിച്ചു എന്ന് പറയുമ്പോൾ അത് അവർ എന്താണ് തിരിച്ച് അവരോട് ചെയ്യാനായിട്ട് പറഞ്ഞത് എന്നുകൂടി പറയുന്ന 2 ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. തദന്തരേ രക്ഷിഭടാഹ പ്രധാവ്യ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. തദന്തരേ രക്ഷിഭടാ പ്രധാവ്യ നിവേദയാമാസുരതീതവൃത്തം പുരോഹിതേഭ്യ സകലം സകമ്പം തേ മന്ത്രയിത്വാ ജഗദുർഭടാംസ്താൻ. നോക്കൂ, തദന്തരെ അതിനിടയ്ക്ക് രക്ഷിഭടന്മാർ പ്രധാവ്യ വേഗത്തിൽ ചെന്ന് അതീതവൃത്തം സകലം പുരോഹിതേഭ്യ സകമ്പം നിവേദയാമാസു. ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ വിറച്ചം കൊണ്ട് അവർ പുരോഹിതന്മാരെ അറിയിച്ചു. പുരോഹിതന്മാർ എന്താണ് ചെയ്തത്? തേ മന്ത്രയിത്വ താൻ ഭടാൻ ജഗത്തുഹു. അവർ ഒരു കൂടിയാലോചന നടത്തി. അതിനുശേഷം അവർ ഭടന്മാരോടായി പറഞ്ഞു. എന്തു പറഞ്ഞുവെന്ന് വിവരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കുകയാണ്. യൂയം തു സർവാൻ വദത എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. യൂയം തു സർവാൻ വദത പ്രകാശം അസ്മാസു തസ്യ നിശിനിദ്രിതേഷു സമേത്യ ശിഷ്യാസ്തമചോരയംസ്തേ ധനം ഗൃഹീത്വാ ജഗദുസ്തഥൈവ. എന്താണ് അവർ പറയേണ്ടത്? പുരോഹിതന്മാർ പറഞ്ഞേൽപ്പിക്കുകയാണ്. തസ്യാം നിശി അസ്മാസു നിദ്രിതേഷു. ആ രാത്രി ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ ശിഷ്യാഹ സമേത്യ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒത്തുചേർന്ന് വന്ന് തം അച്ചോരയൻ, അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയി. ഇതി യൂയം തു സർവാൻ പ്രകാശം വദത എന്നിങ്ങനെ നിങ്ങൾ എല്ലാവരോടും പരസ്യമായി പറയണം. അവർ എന്തു ചെയ്തു അത്രേ? തേ ധനം ഗൃഹീത്വ തഥൈവ ജഗത്തുഹു. അവർ കോഴ വാങ്ങിക്കൊണ്ട് അതുതന്നെ പ്രചരിപ്പിച്ചു. അപ്പോൾ അതാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ ഉത്ഥാനം അവരെ എത്രമാത്രം ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളൊരു സൂചനയും കൂടെയാണ്. അത് അങ്ങനെ എങ്ങാനും ആൾക്കാരങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ഈ ക്രിസ്തുവിനെല്ലാവരും വിശ്വസിക്കുകയും ഇവർക്കെതിരെ തിരിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും നുണപ്രചരണം നടത്തി ഇന്ന് നടക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ അവർ ഭയന്നിരുന്നു എന്ന് മാത്രമല്ല, അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പോലും വിഡ്ഢിത്തമാണെന്ന് ദേവസ്യാസർ ചൂണ്ടിക്കാണിക്കുകയാണ് ഫുട്നോട്ടിൽ. അദ്ദേഹം എഴുതുന്നു, എന്തൊരു പരിഹാസ്യമായ കണ്ടുപിടുത്തം. രക്ഷികൾ ഉറങ്ങുകയായിരുന്നുവെങ്കിൽ അവർ എങ്ങനെ അറിയും ശിഷ്യന്മാർ മൃതശരീരം കൊണ്ടുപോയെന്ന്? ഇനി അവർ ഉണർന്നിരിക്കുകയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടവർ മോഷ്ടാക്കളെ തടഞ്ഞില്ല? അപ്പോൾ പ്രസക്തമായ 2 ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ഈ കണ്ടുപിടുത്തം അവർ എന്തു പറയാൻ പ്രേരിപ്പിക്കുന്നുവോ അത് വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ തുടർന്ന് ഈശോ പലർക്കുമായി ദർശനം നൽകുന്നുണ്ട്. ഒടുവിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ദർശനം നൽകിയപ്പോൾ തോമാസ് അവിടെ ഉണ്ടായില്ല. അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സർഗത്തിൽ തന്നെ വിവരിക്കുന്നൊരു സംഗതിയാണത്. നമുക്കത് അടുത്ത എപ്പിസോഡിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഗുഡ്നസ് TV യിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.